തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പത്മ, ഇത്രയും നേരമായിട്ടും മരുമകളെ കണ്ടില്ലല്ലോ. അതിന് എനിക്കങ്ങനെ ഒരു മരുമോളില്ലല്ലോ സുധീച്ചി. അപ്പോ സൂര്യയുടെ വിവാഹം കഴിഞ്ഞതല്ലേ? സൂര്യയുടെ ജീവിതത്തിൽ അങ്ങനെ പല തമാശകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ, അതൊന്നും കുടുംബ ബന്ധമായിട്ട് കണക്കാക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഓ അങ്ങനെ. മമ്മി, ഇനി നമുക്ക് എല്ലാവരെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാം. അതെ അതെ, നന്നായിരിക്കും. സൂര്യയോട് കൂടി ഒന്ന് വരാൻ പറയും. അവൻ വരില്ല. നിങ്ങൾ പറഞ്ഞ അവൻ വരും. ഈ ഫംഗ്ഷന് അവനും കൂടി പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തന്റെ എല്ലാ വാശികളും നടക്കുന്നുണ്ടല്ലോ പത്മ, ഇനി ഇതുകൂടി വേണോ? വേണം. നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞ അവൻ വരും. ആ രാജുവിനെ ഒന്ന് പറഞ്ഞു വിടും. ഡാഡി എന്താ എത്ര ആലോചിക്കുന്ന? ഇപ്പൊ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങി. കുളിക്കാനെന്ന് പറഞ്ഞ മുകളിലേക്ക് പോയ സൂര്യ തിരിച്ചു വന്നില്ലല്ലോ ഒന്നും. അവർക്കൊക്കെ വേണ്ട മറുപടി നിങ്ങളുടെ മമ്മി പറയുന്നുണ്ടല്ലോ മോളെ. ഡാഡി അവനെ വിളിപ്പിക്കുന്നുണ്ടോ അതോ ഞാൻ പോയി വിളിക്കണോ? ഞാൻ പോയി വിളിച്ചാൽ എന്താ സംഭവിക്കുന്ന ഡാഡിക്ക് അറിയാലോ. വേണ്ട. രാജു, എന്താ സാറേ? ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാ. സൂര്യയോടൊന്ന് വേഗം വരാൻ പറ. സാറേ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ശരി സാറേ. വെരി ഗുഡ്. ചില നേരത്തെങ്കിലും നല്ല കുടുംബനാഥനാവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഒരമ്മയാവാൻ താൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. സാറേ, സൂര്യ സാറേ, സാറേ എന്താ? താഴേക്ക് വരാൻ പറഞ്ഞു. അവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ്. ഞാനില്ലെന്ന് പറഞ്ഞേക്ക്. യതീന്ദ്ര സാറാ പറഞ്ഞേ. അച്ഛനോ? അതെ, എല്ലാവരും കൂടെ അവിടെ യതി സാറിനെ നിർത്തി വിഷമിപ്പിക്കുകയാണ് സാറേ. ഒന്ന് എണീറ്റ് വാ സാറേ. രാജേട്ടൻ വയ്ക്കോ, ഞാൻ വന്നോളാം. പത്മ മേഡത്തിന്റെ മനസ്സ് ഇപ്പൊ മാറുമെന്നും പറഞ്ഞ് എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ അവരൊന്നും നന്ദിനെ ഓർക്കുന്നു പോലും ഇല്ല സാറേ. എങ്ങനെ ഓർക്കും? നന്ദിനി ഒരു ശാപമല്ലേ അവർക്ക്? നന്ദിനി ഒരു അനുഗ്രഹമാണെന്ന്
എനിക്ക് മാത്രമല്ലേ തോന്നിയിട്ടുള്ളൂ. താൻ ചെല്ല്. സാറേ, ചെല്ല് രാജുവേട്ടാ. അങ്കിളിനോടൊന്ന് ചിരിച്ചു നിൽക്കാൻ പറ. ആ സൂര്യ വന്നല്ലോ. വാ സൂര്യ. ഇതെനിക്കൊരു വാശിയായിരുന്നു. നിങ്ങളുടെ പിറന്നാൾ ദിവസം അവൻ നിങ്ങൾക്കൊരു കുടുംബ ഫോട്ടോ സമ്മാനിച്ചില്ലേ, അവളെയും ചേർത്ത് നിർത്തിക്കൊണ്ട്. ഇന്ന് അവളില്ലാതെ എനിക്കൊരു ചിത്രം എടുക്കണം, ഈ കുടുംബത്തിന്റെ യഥാർത്ഥ ചിത്രം. പിന്നെ വേദമുള്ള കാര്യം, അന്ന് അവൻ അവളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്ത പോലെ ഞാൻ വേദമോളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്തോളാം. പത്മ തീരുമാനിച്ച ഫംഗ്ഷൻ പത്മയുടെ ഇഷ്ടത്തിന്. മനസ്സിലായല്ലോ? എന്താ സാറേ? താൻ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫ്രെയിമിലുണ്ടാവരുത്. അങ്ങനെ എടുത്താൽ മതി. അത് പിന്നെ സാർ. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ശരി സാറേ. എന്താ സൂര്യ ഇത്? നീ എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്ത? സൂര്യ എപ്പോഴും സിമ്പിളാ. അമ്മൻ അങ്ങനെ നടക്കുന്ന അതെ അതെ. കൈയെടുത്തു. ഒരു ഫോട്ടോ എടുക്കാം. ഞാനേ എടുക്കാം. അങ്ങോട്ട് നിൽക്കാം. അളിയൻ ഇങ്ങോട്ട് നിൽക്ക്. അളിയ ഇങ്ങോട്ട് നിന്നോ അളിയാ, ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ ആകുമ്പോ അളിയന്റെ കൈയെത്തില്ല. സ്മൈൽ പ്ലീസ്. ഒന്നും കൂടി എടുക്കാം. സ്മൈൽ. മാഡം ഒന്നും കൂടി.